VO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പത്തനംതിട്ട മലപ്പുറം 30/11/2019 നടന്ന എക്സാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസഫ് യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. യൂസഫ് യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ഓപ്ഷൻ എ പ്ലേ, ഓപ്ഷൻ ബി പ്ലേയിങ്, ഓപ്ഷൻ സി ഹാവ് പ്ലേഡ്, ഓപ്ഷൻ ഡി പ്ലേസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂഷ്വലി എന്നുള്ള ഒരു വേർഡ് വന്നിട്ടുണ്ട്. യൂഷ്വലി എന്നുള്ള ടൈം വേർഡ് സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും. പതിവായിട്ട് എന്നുള്ള അർത്ഥത്തിൽ യൂഷ്വലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് പതിവായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഏതായിരിക്കും സിമ്പിൾ പ്രസൻറ്റ്? ഇവിടെ പ്ലേ ആൻഡ് പ്ലേസ് രണ്ടെണ്ണമാണ്. എയും ഡിയും ആണ് സിമ്പിൾ പ്രസൻറ്റിൽ തന്നിട്ടുള്ളത്. യൂസഫ് എന്നുള്ളൊരു വ്യക്തി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെർബും സിംഗുലറായി ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ യൂസഫ്, ഓപ്ഷൻ ഡി പ്ലേസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. യൂസഫ് പ്ലേസ്, യൂസഫ് യൂഷ്വലി പ്ലേസ് ഫുട്ബോൾ ഇൻ ദി ഈവനിങ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം ടു ടയേർഡ്. ഐ ആം ടു ടയേർഡ്. ക്വസ്റ്റ്യൻ ടാഗാണ്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ വായിക്കാം. ആറിൻ്റെ ഐ, ഡോണ്ട് ഐ, ആമിൻ്റെ ഐ, വോണ്ട് ഐ. ഇതിൽ ഓക്സിലറി വെർബ്, അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഐ ആം ടു ടയേർഡ് എന്നുള്ളതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, അതായത് ടാഗിൽ നോട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ആമിൻ്റെ ഐ എന്ന് എഴുതരുത്. പകരം അതിന് പകരമായിട്ട് എന്ത് എഴുതണം? ആറിൻ്റെ ഐ എന്ന് എഴുതണം. ഐ ആം ടു ടയേർഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആറിൻ്റെ ഐ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഐ ആം നോട്ട് ടു ടയേർഡ്, ഐ ആം നോട്ട് ടു ടയേർഡ് എന്നാണെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് എഴുതാം? ആം ഐ എന്ന് എഴുതാം. ഓക്കെ, ആം ഐ എഴുതാം. ഒരിക്കലും ആമിൻ്റെ ഐ എന്നുള്ളൊരു യൂസേജ്, ഒരു പ്രയോഗം ടാഗിൽ വരുന്നില്ല. ഐ ആം ടു ടയേർഡ്, ആറിൻ്റെ ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹീ കിൽഡ് ടു പാരറ്റ്സ് ഡാഷ് വൺ സ്റ്റിക്ക്. ഹീ കിൽഡ് ടു പാരറ്റ്സ് ഡാഷ് വൺ സ്റ്റിക്ക്. ഓപ്ഷൻ എ വിത്ത്, ഓപ്ഷൻ ബി ബൈ, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ഇൻ. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പോസിഷൻ. ഹി കിൽഡ് ടു പാരറ്റ്സ് ഡാഷ് വൺ സ്റ്റിക്ക്. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പോസിഷൻ വിത്ത് എന്നുള്ളതാണ്. ഹി കിൽഡ് ടു പാരറ്റ്സ് വിത്ത് വൺ സ്റ്റിക്ക്. ഒരു വടി കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വിത്ത് ഉപയോഗിച്ചത്. അയാൾ 2 പാരറ്റ്സിനെ കൊന്നു. എന്തുകൊണ്ട്? വിത്ത് വൺ സ്റ്റിക്ക്, ഒറ്റ വടി കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിത്ത് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ, ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി ഹാഡ്, ഓപ്ഷൻ സി വുഡ് ഹാവ്, ഓപ്ഷൻ ഡി വിൽ ഹാവ്. ഏതാണ് കറക്റ്റ് ആൻസർ? വില്ല്, ഹാഡ്, വുഡ് ഹാവ്, വിൽ ഹാവ്. അതായത് ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്നും പറയും. ഇഫ് യു ഹാഡ് റെഡ്, ഇവിടെ ഹാഡ് പ്ലസ് V3, റെഡ് എന്നുള്ളത് V3 ആണ്. റീഡിൻ്റെ റീഡ്, റെഡ്, റെഡ്. അതായത് സ്പെല്ലിങ് സെയിം ആണ്, പക്ഷേ പ്രൊണൗൺസിയേഷൻ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഹാഡ് പ്ലസ് റെഡ്, അപ്പോൾ ഹാഡ് പ്ലസ് V3. ഇഫ് യു ഹാഡ് റെഡ് ദി പേപ്പർ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പുറത്ത് എന്ത് വരും? യു ഡാഷ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ വരികയാണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, ഇവിടെ വന്നത് യു വുഡ് ഹാവ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് സീൻ, V3 ഫോം, സി, സോ, സീൻ. മൂന്നാമത്തെ രൂപമായ സീന് വന്നു. അപ്പോൾ യു വുഡ് ഹാവ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. ഓപ്ഷൻ സി. ഇഫ് യു ഹാഡ് റെഡ് ദി പേപ്പർ യു വുഡ് ഹാവ് സീൻ ദി അഡ്വർടൈസ്മെൻറ്റ്. ഈ ക്ലോസിനെ പറ്റിയുള്ള കറക്റ്റ്
ക്ലാസ് മുമ്പത്തെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴത്ത് കിടക്കുന്നുണ്ടാകും. ഈ ചാനലൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 5th വൺ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് വി ഡ്രോ ഡൗൺ ദി കൺട്രി സൈഡ് we saw a dash of sheep grazing in the field. ഇതൊരു കളക്റ്റീവ് നൗണാണ്. ഓക്കെ, ഷീപ്പ് എന്നതിൻ്റെ കളക്റ്റീവ് നൗൺ എന്താ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുന്നത് ഹേർഡ്, പാക്ക്, ട്രൂപ്പ്, ഫ്ലോക്ക്. പാക്ക് നമുക്കറിയാം എന്താണ്, ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ എക്സാമിൽ പറഞ്ഞതാണ്. അതുപോലത്തെ പാക്ക് വോൾസ് അല്ലേ, വോൾസിൻ്റെ കൂട്ടത്തിനാണ് എന്താ പറയുക, പാക്ക് ഓഫ് വോൾസ്. അതുപോലെ തന്നെ ഹേർഡ് നിങ്ങൾക്കറിയാം എന്താണ് ഹേർഡ്. സാധാരണ ഹേർഡ് ഉപയോഗിക്കുക കന്നുകാലികൾക്കാണ്. അതിൽ നമ്മളെ ഷീപ്പും വരുന്നുണ്ട്. ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹേർഡും അതുപോലെ തന്നെ ഫ്ലോക്കും ഒറ്റയടിക്ക് വരികയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഫ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്ലോക്ക്. വി സോ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. എപ്പോഴും കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എന്ത് എഴുതണം, നൗണ് പ്ലൂറൽ ഫോം ആയിരിക്കണം. ഇവിടെ ഷീപ്പ് എന്നത് സിംഗുലറും പ്ലൂറലും ഷീപ്പ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എസ് ആഡ് ചെയ്യേണ്ട. ഷീപ്സ് എന്ന് പറയാറില്ല, ഷീപ്പ് എന്ന് തന്നെ. അതിൻ്റെ സിംഗുലറും പ്ലൂറലും ഷീപ്പാണ്. ഉദാഹരണത്തിന് ഹെഡ് ഓഫ് കൗ എന്നല്ല, ഹെഡ് ഓഫ് കൗസ് എന്നാണ് പറയുക. പാക്ക് ഓഫ് വോൾഫ് എന്നല്ല, പാക്ക് ഓഫ് വോൾഫ്സ് എന്നാണ് പറയുക. പ്ലൂറലായിട്ട് പറയണം. ഓക്കെ, ഇവിടെ അപ്പോൾ ഫ്ലോക്ക്. As we draw down the countryside, we saw a flock of sheep grazing in the field. ആടുകൾ മേയുന്നത് കാണാം എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ബിലോ ഈസ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് സ്പെൽറ്റ് ഏതാ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ആക്സസറി എല്ലാം ആക്സസറിയാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ACCESSARY. 2 സി ഉണ്ട്, 2 എസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ആക്സസറി ACCESSARY. ഓക്കെ, ആക്സസറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആൻറ്റണിം ഓഫ് സ്റ്റാർട്ടിൽഡ് ഈസ്. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടുക, പേടിക്കുക എന്നൊക്കെയാണ് സ്റ്റാർട്ടിൽഡ്. ദ ആൻറ്റണിം ഓഫ് സ്റ്റാർട്ടിൽഡ്. അപ്പോൾ സ്റ്റാർട്ടിൽഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ട്. അമ്യൂസ്ഡ്, റിലാക്സ്ഡ്, എൻഡ്ലെസ്, അസ്റ്റോണിഷ്ഡ്. ഇതിൽ നിങ്ങൾക്കറിയാം, 4ൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്യൂസ്ഡ് എന്താണ്? സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നുള്ളത് റിലാക്സ്ഡ് ആണ്. റിലാക്സ്ഡ് എന്താണ്? റിലാക്സ് ചെയ്തിരിക്കുക, ആശ്വസിച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിൽഡ് പേടിക്കുക അല്ലെങ്കിൽ ഞെട്ടുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലാക്സ്ഡ് എന്നുള്ളതാണ്. എൻഡ്ലെസ്സും അസ്റ്റോണിഷ്ഡും വരില്ല എന്ന് നിങ്ങൾക്കറിയാം. റിലാക്സ്ഡ്. ഓക്കെ, ദ ആൻറ്റണിം ഓഫ് സ്റ്റാർട്ടിൽഡ് ഈസ് ഓപ്ഷൻ ബി, റിലാക്സ്ഡ് എന്നുള്ളതാണ്. റിലാക്സ്ഡ്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിനണിം ഓഫ് ഓഗസ്റ്റ് ഈസ് ഡാഷ്. കോമൺ, റിഡിക്കുലസ്, പ്രെറ്റി, ഡിഗ്നിഫൈഡ്. എന്താണ് അഗസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ്? കുലീനമായ എന്നുള്ള അർത്ഥം. കുലീനമായ അല്ലെങ്കിൽ ഗാംഭീര്യമുള്ള, കുലീനമായ, മഹനീയമായ, പ്രതാപമുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അഗസ്റ്റ് ഉപയോഗിക്കുന്നത്. അതേ അർത്ഥത്തിലുള്ള മറ്റൊരു വാക്ക് ഇതിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഏതാണ് ആ വാക്ക്? കോമൺ എന്ന് പറയുന്നത് നമുക്കറിയാം, കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. റിഡിക്കുലസ്. എന്താ റിഡിക്കുലസ്? വിഡ്ഢിത്തമായ അല്ലെങ്കിൽ എന്താണ്, മണ്ടത്തരമായ എന്നൊക്കെ പറയാം. പ്രെറ്റി നമുക്കറിയാം എന്താണ് പ്രെറ്റി, ഭംഗിയുള്ള എന്നുള്ളത്. അപ്പോൾ അത് 3 അല്ലാതെ നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഏതല്ലത്? ഡിഗ്നിഫൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ കുലീനനായ, മഹനീയമായ, പ്രതാപമുള്ള എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അഗസ്റ്റിൻ്റെ സിനണിമായിട്ട് ഡിഗ്നിഫൈഡ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ.
മൈ ഫ്രണ്ട് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് ഡാഷ് ഓവർ ദ ഇയേഴ്സ്. മൈ ഫ്രണ്ട് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് ഡാഷ് ഓവർ ദ ഇയേഴ്സ്. ഐ തിങ്ക് ഹി വാണ്ട്സ് മീ ടു യൂസ് ഇറ്റ് ടു റൈറ്റ് ടു ഹിം. I think he wants me to use it to write to him. ഏതാണ് കറക്റ്റ് ആൻസർ? സ്റ്റേഷനറി, എല്ലാം സ്റ്റേഷനറിയാണ്. ഓക്കെ, സ്റ്റേഷനറിക്ക് പ്രത്യേകത ഉണ്ട്. രണ്ട് തരം സ്റ്റേഷനറി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് തരം സ്റ്റേഷനറി, STATIONERY ഉണ്ട്, NARY ഉണ്ട്. ARY എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി നോക്കാം. STATIONARY സ്റ്റേഷനറി. ARY എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ ഉറച്ചു നിൽക്കുന്നത്, അതായത് അനക്കമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ആ സ്റ്റേഷനറി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അത് സൂട്ടാകില്ല. കാരണം എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സ്റ്റേഷനറിയാണ്. അതായത് STATIONERY. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ലേഖന സാമഗ്രി, പേന, കടലാസ് തുടങ്ങിയൊക്കെ വിൽക്കുന്നുണ്ടാകുമല്ലോ, അതിനാണ് സ്റ്റേഷനറി, അതായത് സാധന സാമഗ്രികൾ, കടലാസ്, മഷി, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് എന്ത് പറയുക? ഈ സ്റ്റേഷനറി പറയുക. നമ്മൾ സാധാരണ ബുക്ക് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേഷനറി കടയിലേക്ക് പോകില്ലേ, ആ സ്റ്റേഷനറിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, STATIONERY. അപ്പോൾ NERYയും NARYയും ശ്രദ്ധിക്കണം. ARY എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന, സ്ഥായിയായിട്ട് നിൽക്കുന്ന, അനക്കമില്ലാത്തത് എന്നൊക്കെ പറയാം. ഓക്കെ, ഇവിടെ അപ്പോൾ മൈ ഫ്രണ്ട് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് സ്റ്റേഷനറി. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരുപാട് സ്റ്റേഷനറി സാധനങ്ങൾ തന്നു. അതായത് പെന്ന് ആയിരിക്കാം, കടലാസ് ആയിരിക്കാം, മഷി ആയിരിക്കാം, ബുക്കായിരിക്കാം. ഓവർ ദ ഇയേഴ്സ്, ഈ വർഷങ്ങളിൽ. ഐ തിങ്ക് ഹി വാണ്ട്സ് മീ ടു യൂസ് ഇറ്റ് ടു റൈറ്റ് ഹിം. എനിക്ക് തോന്നുന്നത് അവന് ഞാൻ എന്തെങ്കിലും എഴുതണം എന്നുള്ളത് കൊണ്ടായിരിക്കും അതൊക്കെ തന്നത്. ഓക്കെ, ആ സ്റ്റേഷനറി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ERY ARY ശ്രദ്ധിക്കണം. ARY എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട്, സ്ഥായിയായിട്ട് നിൽക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. പ്രോപ്പർട്ടി എല്ലാം ട്രസ്റ്റിന് കൈമാറി, ദാനം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗിവ് എവേ, ഓപ്ഷൻ ബി ഗിവ് ഇൻ, ഓപ്ഷൻ സി ഗിവ് അപ്പ്, ഓപ്ഷൻ ഡി ഗിവ് ഓഫ്. ഈ ഗീവുമായി ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ്സ് ഞാൻ മുൻപ് ക്ലാസ് ഇട്ടതാണ്. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ എല്ലാത്തിൻ്റെ അർത്ഥം നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാ വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് എന്ന അർത്ഥത്തിൽ ഗിവ് എവേ എന്നുള്ളതാണ്, അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഹി ഗേവ് എവേ ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികൾ ട്രസ്റ്റിന് കൈമാറി, ട്രസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ഗിവ് എവേ എന്നതിൻ്റെ പാസ്റ്റാണ് ഗിവ് എവേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഗിവ് എവേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഗിവ് ഇൻ, ഗിവ് അപ്പ്, ഗിവ് ഓഫ്. ഇതിൻ്റെ മീനിങ് അറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുള്ള ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണുക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. A person who does not believe in existence of God. A person who does not believe in existence of God. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളെ പറയുന്ന പേരെന്താണ്? ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഓപ്ഷൻ എ തെയിസ്റ്റ്, ഓപ്ഷൻ ബി ഹെററ്റിക്, ഓപ്ഷൻ സി എത്തിസ്റ്റ്. തെയിസ്റ്റ്, ഹെററ്റിക്, എത്തിസ്റ്റ്, ഫനാറ്റിക്. ഓപ്ഷൻ എ തെയിസ്റ്റ്. എന്താണ് തെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദൈവവിശ്വാസി, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് തെയിസ്റ്റ്, ദൈവവിശ്വാസി. ഹെററ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മതം നിഷേധിക്കുന്ന ആൾ, മതനിഷേധകൻ, അല്ലെങ്കിൽ മതത്തെ നിഷേധിക്കുന്ന ആൾ, മതമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾ. സി എന്താണ്? എത്തിസ്റ്റ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവനിഷേധി, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾ, ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നാസ്തികൻ എന്നൊക്കെ പറയാം. ഫനറ്റിക്. എന്താ ഫനറ്റിക്? മതഭ്രാന്തൻ, അതായത് മതത്തെക്കുറിച്ച് പഠിച്ച് കൂടുതൽ മതഭ്രാന്ത് പിടിച്ച ആൾ, അതായത് മതത്തെക്കുറിച്ച് പഠിച്ച് മതഭ്രാന്തൻ എന്നൊക്കെ പറയില്ലേ, ഫുൾ ടൈം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആൾ ഫനറ്റിക്, മതഭ്രാന്തൻ, ഓവറായിട്ട് മതത്തെ ഭ്രമിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം, ഓപ്ഷൻ സി എത്തിസ്റ്റ് എന്നുള്ളതാണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് എത്തിസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ.
He made a few introductory remarks. Dash the concert began. He made a few introductory remarks. Dash the concert began. അതായത് കച്ചേരി പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറച്ച് ആമുഖ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. മുമ്പ് എന്നുള്ള അർത്ഥം കിട്ടണം നമുക്ക്. വൈൽ, ആഫ്റ്റർ, വെൻ, ബിഫോർ. കേട്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് മുമ്പ് എന്നുള്ള അർത്ഥം വരുന്നത്. ഓപ്ഷൻ ഡി ബിഫോർ എന്നുള്ളത് മാത്രമാണ് അല്ലേ. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷമാണ്, വൈൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത്, വെൻ അപ്പോൾ. അപ്പോൾ കുറച്ച് മുമ്പാണിത് നടത്തിയത്. അപ്പോൾ ബിഫോർ എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ ഡി വെച്ചു അല്ലേ. ഒരു പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നടത്തുക. അല്ല പരിപാടിൻ്റെ സമയത്ത് നമ്മൾ ആമുഖം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ആമുഖം എപ്പോഴും ഒരു പരിപാടിൻ്റെ തുടക്കത്തിൽ നമ്മൾ നടത്തും, ബിഫോർ. ഓക്കെ, മുമ്പ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. She visits her father once in a blue moon. She visits her father once in a blue moon. മീനിങ് ഓഫ് ദ ഫ്രേസ് അണ്ടർലൈൻഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഫ്രേസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ സെൽഡം, ഓപ്ഷൻ ബി വൺസ് ഇൻ എ മന്ത്, ഓപ്ഷൻ സി എവറി ഡേ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതിൻ്റെ സിംഗിൾ വേർഡാണ് ഓപ്ഷൻ എ സെൽഡം. അതായത് ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ഫാദറിനെ വിസിറ്റ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്താൽ ചെയ്തു എന്നുള്ളത്. അതായത് സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നതല്ല, എപ്പോഴെങ്കിലും വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സെൽഡ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇല്ല എന്നുള്ള അർത്ഥം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ വിസിറ്റ് ചെയ്തേക്കും. അപ്പോൾ തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുക. ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സെൽഡം, ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സെൽഡം എന്ന് പറഞ്ഞാൽ ഇല്ല. സെൽഡം എന്നുള്ളത് ഒരു പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന വാക്കാണ് സെൽഡം. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക, ഇതും എന്താണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. ഷീ വിസിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. ഓപ്ഷൻ എ ഫ്രം, ഓപ്ഷൻ ബി സിൻസ്, ഓപ്ഷൻ സി ടിൽ, ഓപ്ഷൻ ഡി ഫോർ. ഫ്രം, സിൻസ്, ടിൽ, ഫോർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ മുമ്പ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ചെയ്തിരുന്നു. ആദ്യം തന്നെ ഞാൻ പറയാം, സിൻസ്, ഫോർ ഇത് രണ്ടോ ഇതിൽ വരൂ. കാരണം എന്താ, ഹാവ് ബീൻ വർക്കിംഗ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാവ് ബീൻ വർക്കിംഗ് അല്ലേ. പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും, പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും വരും. ഇവിടെ എന്താണ്, ഇവിടെ പോയിൻ്റ് ഓഫ് ടൈമാണ്. അതായത് 2002 എന്നുള്ള പോയിൻ്റ് ഓഫ് ടൈമാണ്, പീരിയഡ് ഓഫ് ടൈം അല്ല. അപ്പോൾ ലാസ്റ്റ് 2 hours, ലാസ്റ്റ് 2 days എന്നൊക്കെ ആണെങ്കിൽ അതൊരു പീരിയഡ് ഓഫ് ടൈമാണ്. ലാസ്റ്റ് 4 years എന്നൊക്കെ പറയുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താണ്, പീരിയഡ് അല്ല, പോയിൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി സിൻസ് എന്നുള്ളതാണ്. സിൻസ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2002. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. 15. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് ഫ്രൈസ്. അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ കറക്റ്റ് എന്താണ്, ഓപ്ഷൻ എടുത്ത് എഴുതുക. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ഇതൊരു റിലേറ്റീവ് പ്രോണൗണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് പ്രോണൗൺ. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ടു ഹും ഐ സെൽ, ഓപ്ഷൻ ബി ടു ഹൂ വാസ് സോൾഡ്, ഓപ്ഷൻ സി ടു ഹൂ ഐ സെൽ, ഓപ്ഷൻ ഡി ടു ഹും ഐ സോൾഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ടു. ഓപ്ഷൻ ഡി ടു ഹും ഐ സോൾഡ്. ടു ഹും ഐ സോൾഡ്. ഐ എന്നുള്ളതൊരു പ്രോണൗൺ ആണ് അല്ലേ. പ്രോണൗണിന് മുമ്പ് നമ്മൾ വരിക ഹും എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ ആണ്. അതും കൂടി മനസ്സിലാക്കുക. മുമ്പത്തെ ക്ലാസ്സുകൾ ഓരോന്ന് കാണുകയാണെങ്കിൽ അതിൽ ഓരോ ക്വസ്റ്റ്യൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടു ഹും ഐ സോൾഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദ മാൻ ടു ഹും ഐ സോൾഡ് മൈ ഹൗസ് വാസ് ചീറ്റ്. ഓക്കെ, 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രാജു വോർ എ വൈറ്റ് ഷർട്ട്. 16. രാജു വോർ എ വൈറ്റ് ഷർട്ട്. രാജു ഒരു വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് എന്ത് ചെയ്യണം? ചൂസ് ദ വൺ which best express the given sentence in passive voice. Choose the one which best expresses the given sentence in passive voice. രാജു വോർ എ വൈറ്റ് ഷർട്ട് എന്നത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റണം. ഓക്കെ,
ആക്റ്റീവ് നിന്ന് എപ്പോഴും പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ടെൻസിന് മാറ്റം വരില്ല. പിന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ തന്നെ അതിനെ ഉപയോഗിക്കണം. പിന്നെ ബി ഫോംസ് നമ്മൾ ചേർക്കണം. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇവിടെ രാജു എന്നുള്ളത് സബ്ജക്റ്റാണ്, വോർ എന്നുള്ളത് വെർബാണ്, എ വൈറ്റ് ഷർട്ട് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിനെ എടുത്ത് ആദ്യം എഴുതണം. അപ്പോൾ ഇത് നമ്മൾ കുറേ മുമ്പ് പഠിച്ചൊരു ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെയാണ്. എന്താണ്? രാമ കിൽഡ് രാവണ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ എന്താണ്? എ വൈറ്റ് ഷർട്ട് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ആയതുകൊണ്ട് വാസ് വെക്കണം. എ വൈറ്റ് ഷർട്ട് വാസ്. പിന്നെ വോർ എന്നതിൻ്റെ V3 ഫോം വിയർ, വോർ, വോൺ എന്നുള്ളതാണ്. അപ്പോൾ എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ആരാൽ? ബൈ രാജു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബൈ രാജു. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ സി, എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു. ഓപ്ഷൻ എ നോക്കാം. എ വൈറ്റ് ഷർട്ട് ഈസ് വോൺ. ഒരിക്കലും ഈസ് വരില്ല, കാരണം വോർ എന്നുള്ളത് പാസ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ നമുക്കവിടെ വെട്ടിക്കളയാം. രണ്ടാമതും ഓപ്ഷൻ ഈസാണ്, അതും വെട്ടിക്കളയാം. മൂന്നാമത്തതും ഡിയും ഓപ്ഷൻ ഈസാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് ആൻസർ എന്ന്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ 3 വെട്ടിക്കളഞ്ഞാൽ പിന്നെ ആകെ ഒന്നേ വരുന്നുള്ളൂ, നൺ ഓഫ് ദിസ് ഇല്ലേനും. അപ്പോൾ ഏതായിരിക്കും? സി ആണ്. ഓപ്ഷൻ സി, എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു എന്നുള്ളത്. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാവ്, ഓപ്ഷൻ ഡി നൺ. ഇത് എയ്തർ ഓർ എന്നതിൻ്റെ യൂസേജ് ആണ്. എയ്തർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? വെർബ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എയ്തർ മൈ ഫാദർ എന്നുള്ളതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്. ഓർ മൈ ബ്രദർ, ഓർ മൈ മദർ. ഇവിടെ മദർ എന്നുള്ളതാണ് സെക്കൻഡ് സബ്ജക്റ്റ്. അപ്പോൾ ഓറിന് ശേഷം മൈ മദർ എന്നുള്ളതാണ്. അപ്പോൾ എയ്തർ ഓർ വന്നാൽ ഓറിന് ശേഷം ഏതാണോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഇവിടെ മദർ എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ. പിന്നെ വന്നിട്ടുള്ള ഡാഷ് കമ്മിങ് എന്നാണ്. കമ്മിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ തൊട്ടുമ്പോൾ എന്ത് വെക്കണം? ഓക്സിലറി വെക്കണം അല്ലേ. മദർ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ആകെ സിംഗുലർ ആയിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. ഏതാണ് അത്? ഓപ്ഷൻ എ, ഈസ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഈസ് കമ്മിങ് ടു മീറ്റിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഓർ മൈ മദറിന് പകരം ഓർ മൈ സിസ്റ്റേഴ്സ് എന്നാണെങ്കിലോ? ഓർ മൈ സിസ്റ്റേഴ്സ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വെക്കാം? ആറ് വെക്കാം. കാരണം ഒന്നിൽ കൂടുതൽ, ഓറിന് ശേഷം സബ്ജക്റ്റ് പ്ലൂറൽ ഫോമായി. ഓക്കെ, ഇതിൻ്റെ മുമ്പ് കോൺകോഡുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ സിമ്പിളായിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് ദി ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. ഇറ്റ് വാസ് ദി ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. ഞാൻ ഇന്നേ വരെ വാങ്ങിയതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഡ്രസ്സാണ് ഇത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ മോസ്റ്റ് ചീപ്പസ്റ്റ്, ഓപ്ഷൻ ബി ചീപ്പർ, ഓപ്ഷൻ സി ചീപ്പസ്റ്റ്, ഓപ്ഷൻ ഡി ചീപ്പ്. ഇതൊരു ഡിഗ്രീസ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലേ. അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇതിങ്ങനെ 3 തരത്തിലുള്ള ഡിഗ്രീസാണ് ഉള്ളത്. അതിൽ കമ്പാരിറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ മോർ ചേർക്കും അല്ലെങ്കിൽ ER ചേർക്കും അല്ലേ. ഉദാഹരണത്തിന് ബിഗ് പോസിറ്റീവാണ്, ബിഗ്ഗർ കമ്പാരിറ്റീവ് ആണ്, ദ ബിഗ്ഗസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. ബിഗ് ബിഗ്ഗർ ബിഗ്ഗസ്റ്റ്, ടോളർ ടോളസ്റ്റ്, ഷോർട്ടർ ഷോർട്ടസ്റ്റ്. അപ്പോൾ ഇവിടെ ഏതാണ്? ഇവിടെ നോക്കാം, ദ എന്നുള്ളത് വന്നിട്ടുണ്ട്. ദ അല്ലേ. ദ എപ്പോഴാണ് വരിക? ദ എപ്പോഴും സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിലാണ് വരിക അല്ലേ. സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇവിടെ ഏതാണ് സൂപ്പർലേറ്റീവ്? മോസ്റ്റ് ചീപ്പസ്റ്റും ഉണ്ട്, ചീപ്പസ്റ്റും ഉണ്ട്. ശരിക്കും ചീപ്പർ ചീപ്പസ്റ്റ് എന്നുള്ളതാണ്. ചീപ്പസ്റ്റിൻ്റെ മുമ്പിൽ വീണ്ടും ഒരു മോസ്റ്റ് എന്നുള്ള സൂപ്പർലേറ്റീവിനെ സൂചിപ്പിക്കുന്ന വാക്ക് വേണ്ട. കാരണം എന്താ? അപ്പോൾ 2 എണ്ണമായിട്ട് 2 സൂപ്പർലേറ്റീവ് വരും. അങ്ങനെ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചീപ്പസ്റ്റ് എന്നുള്ളതാണ്. ഇറ്റ് വാസ് ദ ചീപ്പസ്റ്റ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഡാഷ് ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, അതാണ് കേസെങ്കിൽ ഡാഷ് ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് വലിയൊരു ആശ്ചര്യമൊന്നുമില്ല, അതിൽ ഞാൻ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല.
എന്താണ് ഇവിടെ വരിക? ദാന്, ദെന്ന്, വെന്ന്, ഓർ. സിമ്പിളാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ദെൻ എന്നുള്ളതാണ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ദെൻ ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് ഡാഷ് ടു ഗോ ടു ദ മൂവീസ് ഓർ നോട്ട്? ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് ഡാഷ് ടു ഗോ ടു ദ മൂവീസ് ഓർ നോട്ട്? നെയ്തർ, വെദർ, എയ്തർ, ബെറ്റർ. ബെറ്റർ എന്നുള്ളത് കമ്പാരിറ്റീവിലാണ് വരിക. അതിന് നമ്മത് കമ്പാരിറ്റീവ് ഫോമായി ഒരു ബന്ധമില്ല, അതിനെ നമുക്കപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട. പിന്നെ നെയ്തർ, വെദർ, എയ്തർ. എയ്തർ ഓർ വരും, നെയ്തർ നോർ വരും, വെദർ ഓർ വരും അല്ലേ? എയ്തർ ഓർ എപ്പോഴാണ് വരിക? രണ്ടെണ്ണാകുമ്പോൾ. ഡിസ്കഷൻ അബൌട്ട് എയ്തർ ടു ഗോ ദ മൂവീസ് ഓർ നോട്ട് അങ്ങനെ വരില്ല. എയ്തർ ഹി ഓർ ഷീ, എയ്തർ രാജു ഓർ രാമു. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇവിടെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നെയ്തർ നോർ വരണം. നെയ്തറിൻ്റെ കൂടെ നോറ വരിക, ഇവിടെ നോറല്ല ഓറാണ്. അപ്പോൾ വെദറും എയ്തറും ആയിരിക്കും കൺഫ്യൂഷൻ. അപ്പോൾ വെദർ നോക്കാം. ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് വെദർ ടു ഗോ ദ മൂവീസ് ഓർ നോട്ട് അല്ലേ? ഇവിടെ ഈ വെദറാണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ? വെദർ ടു ഗോ ദ മൂവീസ്, വെദർ ടു ഗോ ദ മൂവീസ് ഓർ നോട്ട്. നീ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. മൂവിക്ക് പോകുമോ ഇല്ലയോ? എയ്തർ എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും വരിക. ഇവിടെ ഡൗട്ടാണ്. വെദർ ടു ഗോ ദ മൂവീസ് ഓർ നോട്ട്, പോകുന്നുണ്ടോ ഇല്ലയോ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ വെദറിൻ്റെ കൂടെ ഓറാണ് ഉപയോഗിക്കുക. ഓക്കെ, എയ്തറിൻ്റെ കൂടിയും ഓറാണ് ഉപയോഗിക്കുക. പക്ഷേ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻ. ഡൗട്ടില്ലത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, പത്തനംതിട്ട, മലപ്പുറം 30/11/2019.